അങ്ങനെ പുറത്ത് താമസമൊക്കെ തുടങ്ങിയപ്പോ നീ ആളാകപ്പെടാൻ മാറിപ്പോയി. എന്താണ് ചിറ്റപ്പ പ്രശ്നം? ഒന്ന് പോടാ. ഒന്നല്ലേ നിന്നേക്കാൾ എത്രയോ അധികം ഓണം കൂടുതലുണ്ടെന്ന് ഞാൻ ആ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം. നമ്മുടെ കിഴക്കേത്തര ക്ഷേത്രം നീണ്ട്. ആ ക്ഷേത്രത്തിനടുത്തൊരു പോറ്റി താമസിക്കുന്നുണ്ട്. ഈ പോറ്റിയെ ഞാൻ ഇപ്പോൾ അന്വേഷിക്കണം. ഈ പോറ്റി എന്നോട് ഒരു സ്വാമിയെ കുറിച്ച് പറഞ്ഞു. ചിറ്റപ്പനെന്തിനാ ഈ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നേ? എടാ, ഞാൻ നാട്ടുകാരോട് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയണേ, എൻ്റെ ഒരു ചേട്ടത്തിയുടെ മോൻ, എൻ്റെ ഒരു ചേട്ടൻ്റെ മോൻ, എൻ്റെ ഒരു ചേച്ചിയുടെ മോൻ. ഇല്ല, പിന്നെ ആർക്കും മനസ്സിലാവില്ല അങ്ങനെ. പിന്നെ ഇപ്പം അവർ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലേ. എടാ, ഞാനൊരു കാര്യം പറ്റേ, ഈ സ്വാമി പോറ്റി പറഞ്ഞ കണക്കനുസരിച്ച് ഈ സ്വാമിയെ കാണാനൊക്കെ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് നിനക്കറിയാം. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഈ കൊടകയിൽ നിന്ന് 2 ദമ്പതികൾ വന്നിട്ട് ഒക്കത്തെ പിള്ളേരൊക്കെ ആയിട്ട് അവർ എത്ര ഹാപ്പി ആയിട്ട് തിരിച്ചു പോയെന്ന് നമുക്കറിയാം. ഞങ്ങൾക്കൊന്ന് സ്വാമിക്ക് വല്ല പിള്ളേരോട് തരികൂടെ പണി. തീരുമ്പോ ഇവിടുത്തെ കുട്ടികളെ കിട്ടണേ. ഓ, നീ അതേ കയറി പിടിക്കും. എടാ, നിനക്കേ ഒരു അച്ഛാന്ന് വിളിക്കാൻ കൊച്ചു വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ചിറ്റപ്പ അതാ ഞാൻ പറഞ്ഞത്. എന്തെന്ന്? IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്ത് കുന്ത്രാണ്ടാണെങ്കിലും എന്ത് കുന്ത്രാണ്ട? അത് ഈ വന്ധ്യതയുള്ള കപ്പിൾസിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കണ്ണി കണ്ട മരുന്നൊക്കെ ശരീരത്തിൽ കുറ്റം. ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെന്റ്. ഒരു കുഴപ്പമില്ല. നല്ല കാര്യം, നല്ല കാര്യം, വളരെ നല്ല കാര്യം. എടാ, ഞാനൊരു കാര്യം, മരുന്നൊരു വഴിക്ക് പോട്ടെ, മന്ത്രം വേറൊരു വഴിക്ക് പോട്ടെ. നമ്മുടെ ഈ സ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദിവ്യ ശക്തിയുള്ളൊരു മനുഷ്യനാണ്, ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ നന്ദനയുടെ കാര്യം തന്നെ എടുക്കും. അവൾക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി, അവളുടെ കല്യാണം നടന്നു. ഇതൊക്കെ കൃത്യമായിട്ട് പ്രവചിച്ചത് ആരാ? എന്നിട്ട് ഇപ്പൊ എന്താ വന്നത് ചെയ്യുന്നത്? ഇപ്പൊ വീട്ടില് പിള്ളേരെ കൂട്ടി നിൽക്കല്ലേ. അത് ചിറ്റപ്പൻ ഒന്നും പറയണ്ട, ഞാൻ പറയുന്നേക്ക്. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോ ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും ഞാൻ വരും. പോരെ? ഒന്ന് ചിരിക്കപ്പ. ചിരിച്ച